متقبلا ورزقا حلالا طيبا وعمرا في طاعتك طويلا. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ارحمنا بأنواع رحمتك يا أرحم الراحمين. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. റഹ്മാൻ ഫത്താഫി ജനറൽ സെക്രട്ടറി. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أكمل رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد، اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കേരള മുസ്ലിം ജമാഅത്ത് മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ നടത്തുന്ന കേരള യാത്രയുടെ 8ാമത് സ്വീകരണ സമ്മേളനം മാത്രമാണ് ഈ തിരൂരിലെ തുഞ്ചൻ എഴുത്തച്ഛൻ നഗറിൽ സമസ്തയുടെ ദീർഘകാല പ്രസിഡന്റായിരുന്ന മഹാനായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിയാർ പാപ്പയുടെ പേരിലുള്ള ഈ നഗരിയിൽ ഒരുമിച്ച് കൂടിയിട്ടാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി, ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമ ശൈഖുന കാന്തപുരം ഉസ്താദ് ഹഫിളഹുല്ലാഹ് വറഅഹ, ആ അജയ്യ നേതൃത്വത്തിന്റെ കീഴിലായി ഈ ജനുവരി മാസം 1-ാം തീയതി അങ്ങ് ഉള്ളാളത്ത് മറവിട്ട് കിടക്കുന്ന ആത്മീയ നേതൃത്വമായ സയ്യിദ് ഷരീഫുൽ മദനി റളിയല്ലാഹു അൻഹു അവിടുത്തെ ചാരത്തു നിന്ന് പ്രാർത്ഥനയോടുകൂടി തുടക്കം കുറിച്ച് സമസ്തയുടെ അജയ്യനായ പ്രസിഡന്റ് റഈസുൽ ഉലമ പതാക കൈമാറി കാസർഗോഡ് 1ാമത് സമ്മേളനം നടത്തി. മറ്റ് ജില്ലകളിലൂടെ ഇന്നലെ രാവിലെ മലപ്പുറം ജില്ലയില് കിഴക്കേ അതിർത്തിയായ വഴിക്കടവിൽ നിന്ന് സ്വീകരിച്ച് മലപ്പുറത്തേക്ക് ആനയിച്ച അരീക്കോട് വെച്ച് ഇന്നലെ നടന്ന 6ാമത് സമ്മേളനം ഇന്ന് രാവിലെ ബഹ്റുൽ ഉലൂം ഓക്കെ ഉസ്താദ് മഹാനവറുകളുടെ മഖ്ബറ സിയാറത്തോടുകൂടി മലപ്പുറം വെസ്റ്റ് ഭാഗത്തേക്ക് ആനയിച്ച നമ്മുടെ കേരള യാത്ര ഇന്നിതാ ഈ തിരൂരിന്റെ മണ്ണില് സംഗമിച്ചിരിക്കുകയാണ്. ധാരാളം നേതാക്കള്, വിശിഷ്ടാതിഥികള് ഇവിടെ ഉള്ളത് കൊണ്ട് എന്റെ കർത്തവ്യം മാത്രമാണ് ഞാനിപ്പോ നിർവഹിക്കുന്നത്. ഈ മഹത്തായ സമ്മേളനത്തിൽ ദുആ ചെയ്ത് അനുഗ്രഹിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷൻ സയ്യിദ് അലി ബാഫഖി തങ്ങള് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.